മയക്കുമരുന്നിനും അടിമകളായി സ്വന്തം അസ്തിത്വം പോലും മറന്നുപോകുന്ന പുതുതലമുറ. സ്നേഹത്തിനും സാഹോദര്യത്തിനും പകരം ലഹരിക്കും ലഹളയ്ക്കും പ്രാധാന്യം നൽകുന്ന ഒരു വിഭാഗം. പൊട്ടിത്തകരുന്ന കുടുംബജീവിതങ്ങളിലെ ചില നേർക്കാഴ്ച. ഇരുട്ടിലെ വെളിച്ചം. രചനാ സംവിധാനം വിശാഖ്. വേദിയിൽ മാർ ഡയസ്കോറസ് കോളേജ് ഓഫ് ഫാർമസിയിലെ വിദ്യാർത്ഥികൾ: ആലിഫ് മുഹമ്മദ്, അബിൻ ഷാൻ, നിരഞ്ജൻ എസ്, അർജുൻ ബി, മഹിദ്, ശിവനന്ദന, നൗഫിയ, ആർച്ച, ദേവിക, ഫർഹദ് സ്വേദ, ആലിയ മോൾ, നയന, ശ്രീലക്ഷ്മി, റിസാന, ലക്ഷ്മി ഷാജി, വിശാഖ്. വേദിയിൽ ഇരുട്ടിലെ വെളിച്ചം. നിന്നോട് പല തവണ പറഞ്ഞിട്ട് മുറിക്കാറുണ്ട്. ഒരു അടുക്ക് പറഞ്ഞ അത്യാവശ്യം നോക്കിയോ?
കർത്താവേ, എന്റെ മുന്നിൽ കർത്താവേ, എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിക്കണം. നിങ്ങളെ പോലെ ഓരോരുത്തരെ പോലെ ജീവിക്കണം. എനിക്ക് നല്ലവനായി സ്വർഗസ്ഥനായ പിതാവേ, എനിക്കൊരു വഴി തരില്ലേ? എനിക്കൊരു വഴി കാണിച്ചു തരില്ലേ? നീ സാത്താന്റെ കൈപ്പിടിയിലാണ്. നിന്റെ മനസ്സ് മോചനത്തിനായി കൊതിക്കുന്നു. നിനക്ക് കർത്താവിലേക്കുള്ള വഴികാട്ടിയാകുവാൻ ഞങ്ങളുണ്ട്. വായിക്കൂ കുഞ്ഞേ. സദൃശവാക്യങ്ങൾ 23-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകുന്നവർക്കും മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും തന്നെ വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറങ്ങുന്നതും നീ നോക്കൽ. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും, നിന്റെ ഹൃദയം വക്രത. ഈ ലഹരിക്കും മയക്കുമരുന്നിനും അടിമയായി നിന്റെ മുക്തിയും മോചനവും ഇവിടെ തന്നെ. ഉയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ നാടും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ